ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ കുറ്റാലത്തേക്ക് അങ്ങ് വിട്ടാലോ. അങ്ങനെ ഞങ്ങൾ ബൈക്കും എടുത്ത് ഞാനും ഏട്ടനും കൂടി അങ്ങ് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെല്ലുന്നത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടി. അവിടെയാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് കുട്ടികളുടെ ഒരു പാർക്കുണ്ട്. അവിടെയും നമുക്ക് ടിക്കറ്റ് എടുത്ത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തെന്മല ഡാമിൻ്റെ എൻട്രൻസ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നമുക്ക് ഡാമിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിനായിട്ട് അവിടെ ടിക്കറ്റ് എടുത്ത് നടന്ന് പോയി കാണാവുന്നതാണ്. വണ്ടി അകത്തോട്ട് കയറ്റത്തില്ല. ഈ എൻട്രൻസ് ഭാഗത്ത് മാത്രം വണ്ടി ഇട്ടിട്ട് അകത്തോട്ട് കയറി പോകണം. പിന്നെ അതിൻ്റെ ഒരു തെന്മല ഡാമിൻ്റെ തന്നെ കുറേ മുന്നോട്ട് പോകുമ്പോൾ ഒരു മ്യൂസിയവും ഒക്കെയുണ്ട്. അങ്ങനെ ഞങ്ങൾ തെന്മല ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇത് ആര്യങ്കാവ് റൂട്ടാണ്. ആര്യങ്കാവ് രണ്ട് ഭാഗത്തും മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ് നടുക്കൂടെ ഉള്ള റോഡിൽ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നല്ല ഭംഗിയാണ്. സൈഡുകളിലെല്ലാം കുരങ്ങന്മാരും. നല്ല രസമാണ് മുന്നോട്ട് പോകാൻ. നല്ല ഭംഗിയാണ് ഈ റോഡ്. വളവും ആ ഒരു വളവിനൊക്കെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിച്ച് പോകണം. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തുന്നത് 13 കണ്ണറ പാലമാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കാം, എന്നാലും പറയുകയാണ്. ഇത് ആര്യങ്കാവ് കഴുതുരുട്ടിക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ 13 കണ്ണറ പാലം. ഇതിൻ്റെ മുകളിൽ കയറിയൊക്കെ ആളുകളും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാറുണ്ട്. എന്നാൽ റെയിൽവേക്കാർ ആ മുകളിലോട്ട് കയറുന്ന എൻട്രൻസ് ഭാഗം അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാലും ചില ആളുകൾ അതുവഴിയൊക്കെ കയറി മുകളിലെത്താറുണ്ട്. ഈ ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കുന്നവർ അവിടെ മുകളിൽ കയറി എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആര്യങ്കാവ് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് തമിഴ്നാടിനോട് അനുബന്ധിച്ചിട്ടുള്ള കോട്ടവാസ എന്ന ഭാഗം എത്താറായി. അപ്പോഴേക്കും തമിഴ്നാട്ടിലെ ആളുകൾ കൂടുതലും ആ ഭാഗങ്ങളിലൊക്കെ കണ്ടു തുടങ്ങിയേ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. എസ് വളവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് തമിഴ്നാടിൻ്റെ റോഡിലേക്ക് കടന്നു. ഇനി കുറ്റാലത്തേക്ക് എത്താൻ വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ചെങ്കോട്ട റോഡിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ആ ചെങ്കോട്ട റോഡ് കയറി മുന്നോട്ട് പോകുമ്പോൾ ഒരു എൻട്രൻസ് ഉണ്ട്. ആ ഒരു ആർച്ചിൻ്റെ അകത്തുകൂടെ കയറിയാണ് കുറ്റാലത്തേക്ക് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ആ റോഡൊക്കെ കയറി ചെല്ലുമ്പോൾ നിറച്ച് ഫ്രൂട്ട്സ് കടയും സ്പൈസസ് വിൽക്കുന്ന കടകളും ഒക്കെ ഈ സൈഡുകളിലുണ്ട്. ഒരുപാട് ആളുകളും ആ കടകളിലുണ്ട്. പിന്നെ ആ സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് കളറിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, അത് കോലിഞ്ചിയാണ്. മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ഈ കോലിഞ്ചി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട്